നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ മലപ്പുറം സർക്കാർ കോളേജുകളിലെ ചില ബിരുദ കോഴ്സുകളുടെ PSC അംഗീകാരമില്ലാത്ത പ്രശ്നം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി KT ജലീൽ നിയമസഭയിൽ. പെരിന്തൽമണ്ണയിലെ കുടിവെള്ള പദ്ധതികൾ വേഗത്തിലാക്കാനും തീരുമാനം. MP രാജേഷ് MPക്കെതിരെ ചെർപ്പളശ്ശേരി നഗരസഭയെ അറിയിക്കാതെ കുടിവെള്ളം റോഡ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത MP രാജേഷ് MPയുടെ നടപടി അപലപനീയമെന്ന നഗരസഭ. കാര്യമായി പ്രതിരോധിക്കാൻ നിൽക്കാതെ CPM കൗൺസിലർ അംഗങ്ങളും. ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടിന് നിയമാനുസൃതം നൽകുന്ന രണ്ടാം ഗഡു തുക ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി വൃദ്ധയും കുടുംബവും. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിനെതിരെ പരാതി നൽകാനൊരുങ്ങി ഗുണഭോക്താവ്. വിവിധ കേസുകളിൽ പെരിന്തൽമണ്ണയിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ അഗ്നിക്കിരയായി. സംഭവം മനഴി സ്റ്റാൻഡിനു സമീപത്ത് കൂട്ടിയിട്ട വാഹനങ്ങൾ. ക്ഷേത്രോത്സവങ്ങളുടെ കാലമെത്തി. തച്ചനട്ടുകര കരിങ്കാളിക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി വർണ്ണാഭം. വാർത്തകൾ വിശദമായി. മലപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും സർക്കാർ കോളേജുകളിൽ ചില കോഴ്സുകൾക്ക് PSC അംഗീകാരം നൽകാത്ത കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ പറഞ്ഞു. മഞ്ഞളാംകുഴി അലി MLAയുടെ ചോദ്യത്തിന് നിയമസഭയിലാണ് മന്ത്രി മറുപടി നൽകിയത്. മലപ്പുറം ഗവൺമെൻറ് കോളേജിലും പെരിന്തൽമണ്ണ ഗവൺമെൻറ് PTM കോളേജിലും BSc കെമിസ്ട്രി, BSc ഫിസിക്സ് ബിരുദ കോഴ്സുകളിൽ കമ്പ്യൂട്ടർ സയൻസ്, ഫുഡ് സയൻസ് എന്നീ വിഷയങ്ങൾ സബ്സിഡിയറിയായി പഠിച്ചവരുടെ ബിരുദത്തിന് PSC അംഗീകാരമില്ല. ഈ കോഴ്സുകൾക്ക് അംഗീകാരമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ പ്രയാസപ്പെടുന്ന സാഹചര്യമാണുള്ളത്. BSc ഫിസിക്സ്, BSc കെമിസ്ട്രി എന്നീ ബിരുദ കോഴ്സുകളിൽ ഫുഡ് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങൾ സബ്സിഡിയറിയായി പഠിച്ചവർക്ക് HSA ഫിസിക്കൽ സയൻസിന് നിയമനത്തിന് പരിഗണിക്കുന്നുമില്ല. ഈ പ്രശ്നം സർക്കാർ പരിശോധിക്കുമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ നിയമസഭയിൽ അറിയിച്ചു. മഞ്ഞളാംകുഴി അലി MLAയുടെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ചെർപ്പളശ്ശേരി ശാലേങ്കുന്നിൽ നഗരസഭയെ അറിയിക്കാതെ കുടിവെള്ള പദ്ധതിയും റോഡും ഉദ്ഘാടനം ചെയ്ത MP രാജേഷ് MPയുടെ നടപടിയെ കൗൺസിൽ യോഗം അപലപിച്ചു. അജണ്ടയിലില്ലാത്ത വിഷയം എന്ന നിലയിൽ കോൺഗ്രസിലെ PP വിനോദ് കുമാറാണ് ഇക്കാര്യം കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചത്. ഈ മാസം 2-ാം തീയതിയാണ് ശാലേങ്കുന്ന് കുടിവെള്ള പദ്ധതിയുടെയും EMS റോഡ് ശാലേങ്കുന്ന് 10-ാം മൈൽ റോഡ് ടാറിംഗ് പ്രവൃത്തികളുടെയും ഉദ്ഘാടനം MP രാജേഷ് MP നിർവഹിച്ചത്. 25-ാം വാർഡ് കൗൺസിലർ നൂർജഹാൻ സ്വാഗതം പറഞ്ഞ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭയെ ഒഴിവാക്കിയാണ് ചടങ്ങ് നടത്തിയെന്ന് നഗരസഭാംഗം PP വിനോദ് കുമാർ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു. നഗരസഭയുടെ കൂടി ഫണ്ട് ചിലവഴിച്ച പദ്ധതിയിൽ നഗരസഭാ ചെയർപേഴ്സണെ അറിയിക്കാതെ നടത്തിയ ഉദ്ഘാടനം ഒരു MPക്ക് ചേർന്നതല്ലെന്ന് നഗരസഭാംഗം PP വിനോദ് കുമാർ പറഞ്ഞു. പഞ്ചായത്തായിരുന്ന സമയത്ത് അതിന് ഫണ്ട് വെച്ചതാണ്. അപ്പൊ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഫണ്ട് വെച്ച് തുടങ്ങി. അതിനുശേഷം ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗത്തിന്റെ ഫണ്ടും കൂടി വാങ്ങിയിട്ടാണ് ഇത് പൂർത്തീകരിച്ചത്. അവിടെ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തിയും അതുപോലെ നടത്തിയിരുന്നു. ഇത് രണ്ടും കൂടിയുള്ള ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം അവിടെ വന്ന് നടത്തി. എന്തായാലും അദ്ദേഹം ഈ ജനാധിപത്യ മൂല്യം കാറ്റിൽ പറത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായി. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട നിയമസഭാംഗം 2 റോഡുകൾ പ്രവൃത്തി കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ വളരെ കൃത്യമായി നഗരസഭ അധ്യക്ഷയെ വിളിക്കുകയും അതിൽ പങ്കെടുക്കാനുള്ള നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തതാണ്. ആ നിയമസഭാംഗത്തിന്റെ ഒരു മര്യാദ പോലും ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം കാണിച്ചില്ല എന്നുള്ളത് ഒരു തരം താഴ്ന്ന പ്രവൃത്തിയായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നഗരസഭ അധികാരികളെ അറിയിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ ബന്ധപ്പെട്ട കൗൺസിലർ നടത്തിയില്ല എന്ന് മാത്രമല്ല, അതിന് ഉദ്ഘാടനത്തിന് വന്ന ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രസ്ഥാനത്തിന്റെ തീരുമാനപ്രകാരം മാത്രമേ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂവെന്ന് നഗരസഭാംഗം കൂടിയായ CPMലെ നൂർജഹാൻ മറുപടി പറഞ്ഞു. പലതവണ ഞാൻ അതിന് കുടിവെള്ള പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചു തരുന്നത് 3 വർഷമായിട്ട് ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ബോർഡിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ലെറ്റർ പേഡിൽ എഴുതി തന്നാണ്. 24-ാം വാർഡും 25-ാം വാർഡിലും പ്രദേശത്തെ കുടിവെള്ള പദ്ധതിയാണ്. അത് കൂടുതൽ 24-ാം വാർഡിലും ഒട്ടനവധി പ്രാവശ്യം ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞത് അത് ഉദ്ഘാടനം കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഫണ്ട് അനുവദിച്ചു തരുന്നത് ഈ മുനിസിപ്പാലിറ്റി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാനൊരു ജനപ്രതി എന്റെ പ്രസ്ഥാനം പറഞ്ഞത് ഞാൻ അതിന്റെ ഉദ്ഘാടനത്തിന് ഫോൺ ചെയ്ത് ഉദ്ഘാടനം വന്നിട്ട്. പക്ഷേ ഞാൻ ഇത് പറയാനേ എനിക്ക് പറ്റുള്ളൂ. നമ്മൾ ഇതിന്റെ ഇത്രയും 24-ാം എനിക്ക് എന്റെ പ്രസ്ഥാനം എന്താ പറയുന്നത് എനിക്കത് കേൾക്കാനും പറ്റുള്ളൂ. ഞാനൊരു വാർഡ് കൗൺസിൽ നിൽക്കും. ഞാൻ എന്റെ പ്രസ്ഥാനത്തിന് അവഗണിച്ചിട്ടൊരു കാര്യം കഥ.
ഈ വിഷയത്തിൽ കോൺഗ്രസിലെ സുബീഷ് സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ബഹളവും ഉണ്ടായി. അദ്ദേഹം മറ്റുള്ളവർ വരുന്നത് വലിയ അസോസിയേഷൻ മാധ്യമങ്ങളൊക്കെ നമ്മൾ കണ്ടു. അത്തരം ഒരു മാനസിക വിഭ്രാന്തി അധികാരം തുടർന്ന് ചെയർപേഴ്സൺ സംഭവത്തെ അപലപിച്ചു. തന്റെ വാർഡിൽ നടക്കുന്ന ചടങ്ങ് താൻ അറിഞ്ഞില്ലെന്നും നടപടിയെ അപലപിക്കുന്നതായും ചെയർപേഴ്സൺ പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു. എനിക്ക് കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഈ മോട്ടോർ വാങ്ങിച്ച ഒരു ബില്ല്, കിണർ റിപ്പയറിന് ഒരു ബില്ല് ഇവിടെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. എന്തായാലും അത് ചെയ്തത് വളരെ മോശമായി തന്നെയാണ് ചെറുപ്പശ്ശേരി നഗരസഭയുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ഇത്തരം രീതി പ്രോത്സാഹിപ്പിക്കാൻ കൗൺസിലർമാർ കൂട്ടുനിൽക്കരുത് എന്ന് ആരുടെ നിർദ്ദേശമാണെങ്കിൽ ശരി, അത് നഗരസഭയുടെ പദ്ധതി തന്നെയാണ്. ആദ്യത്തെ സ്റ്റേജിലെല്ലാം ഫണ്ട് വെച്ചത് നഗരസഭയിൽ നിന്നാണ്. പിന്നെ MP ഫണ്ട് വെച്ചാൽ അത് ഗവൺമെന്റിന്റെ പൈസയാണ്, MP-യുടെ പൈസ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കൗൺസിലർമാരും ആ രീതിക്ക് ഇടപെടലെടുക്കണം. എന്നാൽ സംഭവത്തിൽ പ്രതിരോധിക്കാനോ കൂടുതൽ ചർച്ചകൾ നടത്താനോ പ്രതിപക്ഷാംഗങ്ങൾ ശ്രമിച്ചില്ല എന്നതും ശ്രദ്ധേയമായി. പെരിന്തൽമണ്ണയിലെ കുടിവെള്ള പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനം. നിയമസഭയിൽ മഞ്ഞളാംകുഴി അലി MLA-യുടെ ചോദ്യത്തിന് മറുപടിയായി ജലവിഭവ മന്ത്രി K. കൃഷ്ണൻകുട്ടിയാണ് ഇക്കാര്യം നിയമസഭയിൽ അറിയിച്ചത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ വിവിധ കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണവും പൂർത്തീകരണവും വേഗത്തിലാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി നിയമസഭയെ അറിയിച്ചു. മഞ്ഞളാംകുഴി അലി MLA-യുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. 12 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വെട്ടത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഏരിയ കുടിവെള്ള പദ്ധതി, 30 ലക്ഷം രൂപ വകയിരുത്തിയ പെരിന്തൽമണ്ണ ഊട്ടി റോഡ് മൗലാന ജംഗ്ഷൻ മുതൽ ബൈപ്പാസ് വരെയുള്ള AC പൈപ്പ് മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തി എന്നിവയാണ് ഉടനെ ആരംഭിക്കാനുള്ള പ്രവൃത്തികൾ. ഇവയ്ക്കായി നാളിതുവരെ തുക ചെലവഴിച്ചിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. നടപടികൾ വേഗത്തിലാകുമെന്നും സഭയെ മന്ത്രി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട വീടിന്റെ പ്രവർത്തികൾക്ക് ആവശ്യമായ ഗഡുക്കളായ തുക പഞ്ചായത്ത് നൽകുന്നില്ലെന്ന് ആക്ഷേപം. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ വൃദ്ധയും ശരീരം തളർന്ന മകനുമാണ് ഈ ദുസ്ഥിതി. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ താമസിക്കുന്ന കിളയിൽ വീട്ടിൽ ദേവകിയമ്മയും അരയ്ക്കു താഴെ തളർന്ന മകൻ ശങ്കരനാരായണനുമാണ് സംസ്ഥാന ലൈഫ് മിഷന്റെ പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നത്. വീട് നിർമ്മിക്കുന്നതിനുള്ള ആദ്യ ഗഡു 40,000 രൂപ ഇവർക്ക് ലഭിച്ചതുകൊണ്ട് തറപ്പണിയും മറ്റ് പ്രവൃത്തികളും പൂർത്തിയാക്കി. മാത്രവുമല്ല, അടുത്ത ഗഡുവും വൈകാതെ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ വീടിന്റെ ചുമർ കെട്ടലും മേൽക്കൂര നിർമ്മാണവും ഉൾപ്പെടെ കിട്ടാവുന്നവരിൽ നിന്നെല്ലാം കടം വാങ്ങിയാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ലിസ്റ്റിലുണ്ടായിരുന്ന പല കുടുംബങ്ങൾക്കും 2-ാം ഗഡു ലഭിച്ചിട്ടും തങ്ങൾക്ക് ഈ തുക കിട്ടിയില്ലെന്ന് ദേവകിയമ്മ പറയുന്നു. ഞങ്ങളുടെ പെരപ്പണി തുടങ്ങിയാൽ ഞങ്ങൾക്കിപ്പോൾ 1-ാം ഗഡു കിട്ടിയിട്ടുള്ളൂ. ഇപ്പം ഞങ്ങൾ ഭയങ്കര കഷ്ടത്തിലാണ്. ഇപ്പം 2-ാം ഗഡു ഇപ്പോൾ കിട്ടും വിചാരിച്ചിരുന്നു. ഇതുവരെയും കിട്ടിയിട്ടില്ല. പണിക്കാർക്ക് കൂലി കൊടുക്കാൻ കഴിയില്ലാതെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പുതിയ പെരയിലായി താമസിക്കാതെ വിചാരിച്ചിട്ടാണ് പെര കെട്ടാൻ തുടങ്ങി. അപ്പോൾ കൂലി കൊടുക്കാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് ഞങ്ങൾക്കത് അനുവദിച്ചു തന്നാൽ വളരെ സന്തോഷമായിരുന്നു. നമുക്ക് ആരും ഇല്ല, പണിക്ക് പോകാനോ കൊണ്ടുവരാനോ ആരുമില്ല. വയ്യാത്തൊരു മകനും വയസ്സായി ഞാനേ ഉള്ളൂ. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഈ കുടുംബത്തെ ഗ്രാമപഞ്ചായത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയതോടെ മലപ്പുറം ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു കുടുംബത്തിന് വീട് ലഭിച്ചതെന്ന് സാമൂഹ്യ പ്രവർത്തകൻ എരഞ്ഞിക്കൽ ബക്കർ പറഞ്ഞു. നിലവിൽ ഗ്രാമപഞ്ചായത്തിൽ 55ഓളം പേർക്കാണ് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടിന് അർഹത നേടിയിട്ടുള്ളത്. ഇവരിൽ 22 പേർക്കും 2-ാം ഗഡു ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ലിസ്റ്റാണ് ദേവകിയമ്മയുടെ പേരിലുള്ളത് എന്ന് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട്. ഏറ്റവും ദുരിത ജീവിതം പേറുന്ന ഈ കുടുംബത്തിനെ 2-ാം ഗഡു ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതിന് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് വ്യക്തമായ ഉത്തരമില്ലെന്നും ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയതായും സാമൂഹ്യ പ്രവർത്തകൻ എരഞ്ഞിക്കൽ ബക്കർ പറഞ്ഞു. പിന്നെ ഇപ്രാവശ്യം ലൈഫ് മിഷൻ തന്നെ ഇവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കളക്ടറെ സമീപിച്ച് പരാതി കൊടുത്ത് കളക്ടർ ഓർഡർ പ്രകാരം ഇവരെ കളക്ടർ ഓർഡർ തഹസിൽദാർക്ക് കൊടുത്തു. അങ്ങനെ താഴേക്കോട് പഞ്ചായത്തിൽ 2 വില്ലേജിലും അരക്കുറമ്പിലും താഴേക്കോടും 2 തഹസിൽദാർമാർ വന്ന് അങ്ങനെ പരിശോധിച്ചാൽ ഇവർക്ക് ഉൾപ്പെടുത്തി വീട് പാസ്സായി. പാസ്സായതിനു ശേഷം ആദ്യം ഒപ്പുവെക്കേണ്ട കാര്യത്തിന് പഞ്ചായത്ത് അലംബം കാണിച്ചു. ഇവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല. ആദ്യം ഇവരെ അറിയിച്ചില്ല. രണ്ടാമത്തെ ലാസ്റ്റ് ദിവസം പുറത്തിറക്കാൻ അറിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ച് വർത്തമാനം പറഞ്ഞു. അങ്ങനെ അവർ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. അങ്ങനെ ലിസ്റ്റ് പെടുത്തി വീടിന് തറ കെട്ടി
തറപ്പണി ഒരു 40,000 രൂപ പാസ്സായി. അത് കഴിഞ്ഞിപ്പോൾ പണി ഈ തോതിലായി പണി. ഇന്ന് വരെ അതിൻ്റെ ഒരു പൈസക്കിൻ്റെ ഒരു നടപടിയില്ല. അങ്ങനെ പഞ്ചായത്തിൽ ചെന്നപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് അവർ വിയോട് സംസാരിച്ച് പറഞ്ഞത് ഉണ്ടായിരുന്ന ഫണ്ട് കൊടുത്തു കഴിഞ്ഞു, ഇനി ഇവരൊക്കെ വീട് വെച്ചിട്ട് ലോൺ എടുത്ത് പഞ്ചായത്തിന് കൊടുക്കണം എന്ന് വിയോ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ബാക്കി തുക കൂടി ഈ കുടുംബത്തിന് ലഭ്യമാക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പെരിന്തൽമണ്ണ നഗരത്തിൽ മനഴി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിർത്തിയിട്ട പോലീസ് കേസുള്ള തൊണ്ടി വാഹനങ്ങൾക്ക് തീപിടിച്ചു. അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. പോലീസ്, റവന്യൂ വകുപ്പുകൾ പിടികൂടിയ വിവിധ കേസുകളിലെ വാഹനങ്ങളാണ് മനഴി ബസ് സ്റ്റാൻഡിന് സമീപത്തായി കൂട്ടിയിട്ടിരിക്കുന്നത്. മണ്ണാർക്കാട് റോഡിലെ മനഴി ബസ് സ്റ്റാൻഡിന് സമീപത്തായി കൂട്ടിയിട്ട വാഹനങ്ങൾക്കാണ് തീപിടിച്ചതും. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. പെരിന്തൽമണ്ണ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. ഈ ഭാഗത്താണ് ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റും പ്രവർത്തിക്കുന്നത്. സാമൂഹ്യവിരുദ്ധരുടെ താവളവുമാണ് ഇവിടം. കേസുകളിൽപ്പെട്ട തൊണ്ടി വാഹനങ്ങൾ കാടുമൂടിയ നിലയിലാണ്. ഇവ നീക്കം ചെയ്യണമെന്ന് പലതവണ സമീപവാസികൾ ആവശ്യപ്പെട്ടതുമാണ്. എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ചെർപ്പളശ്ശേരിയിൽ വിവിധ ഭാഗങ്ങളിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരെ നഗരസഭാ കൗൺസിൽ യോഗത്തിലേക്ക് വിളിപ്പിച്ചു. എന്നാൽ യോഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പങ്കെടുക്കാതെ ഓവർസിയർ എത്തിയത് കൗൺസിൽ അംഗങ്ങൾ അതൃപ്തി അറിയിച്ചു. കൗൺസിൽ യോഗത്തിൽ ബുധനാഴ്ച 15 അജണ്ടകളാണ് ചർച്ച നടത്തിയത്. ചർച്ചകൾക്ക് മുമ്പാണ് വാട്ടർ അതോറിറ്റിയുടെ ഓവർസിയറെ കൗൺസിൽ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിളിച്ചിരുന്നെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ പ്രതിനിധിയായി ഓവർസിയറാണ് എത്തിയിരുന്നത്. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഓവർസിയറോട് ചർച്ച നടത്തിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് നഗരസഭാംഗങ്ങൾ തന്നെ ചർച്ച അവസാനിപ്പിച്ചു. തുടർന്ന് നടന്ന 15 അജണ്ടകൾ ചർച്ച ചെയ്തു. 3ാം അജണ്ടയായ നഗരസഭയിലെ PMAY ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട 3ാം ഘട്ട വിശദമായ പദ്ധതി റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചു. ഇതോടൊപ്പം തന്നെ 2018-2019 വാർഷിക പദ്ധതി നിർവഹണവും 2019-2020 വാർഷിക പദ്ധതി അംഗീകരിക്കുന്നതിനുമായുള്ള ചർച്ചയും യോഗത്തിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നതിൻ്റെ അധ്യക്ഷതയിലാണ് കൗൺസിൽ യോഗം ചേർന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ വിമുക്തി ലഹരി വിരുദ്ധ സന്ദേശ റോഡ് ഷോയും സംഘടിപ്പിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥരും ഫുട്ബോൾ ടീം അംഗങ്ങളും പൊതുജനങ്ങളും പങ്കെടുത്ത റാലിയോടെയാണ് പരിപാടി ആരംഭിച്ചത്. പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ വിമുക്തി ലഹരി വിരുദ്ധ ഫുട്ബോൾ ടൂർണമെൻറ്റ് നെഹ്റു സ്റ്റേഡിയത്തിലാണ് നടന്നത്. യുവാക്കൾക്കിടയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ലക്ഷ്യമാക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ടൂർണമെൻറ്റിൽ 8 ടീമുകൾ പങ്കെടുത്തു. മലപ്പുറം MSP കമാൻഡന്റും മുൻ ഫുട്ബോൾ താരവുമായ U അബ്ദുൽ കരീം ഫുട്ബോൾ ടൂർണമെൻറ്റ് കിക്ക് ഓഫ് ചെയ്തു. എക്സൈസ് വകുപ്പ് നടത്തുന്ന ഇത്തരം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അബ്ദുൽ കരീം ആവശ്യപ്പെട്ടു. ജില്ലാ വെറ്ററൻസ് ഫുട്ബോൾ ട്രഷറർ സമദ് പറശ്ശിക്കോട്ടിൽ, മുൻ കേരള യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സൈതാലിക്കുട്ടി, പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ KB ബിനു, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ BP ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രിവന്റീവ് ഓഫീസർമാരായ U കുഞ്ഞാലിക്കുട്ടി, K മനോജ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ K സായിറാം, ലെനിൻ, റിഷാദ്, അലക്സ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഇന്ദു, സിന്ധു, സിനിമോൾ, അശ്വതി കൃഷ്ണ എന്നിവർ ടൂർണമെൻറ്റ് നടത്തിപ്പിന് നേതൃത്വം നൽകി. അബ്ദുൽ ഖാദർ, ഷെഫീഖ് അമ്മിനിക്കാട്, മുനീർ എന്നിവരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത്. പെരിന്തൽമണ്ണ താലൂക്കിലെ 8 ടീമുകൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്തു. അങ്ങാടിപ്പുറം ദർശന ക്ലബ്ബ് ടൂർണമെൻറ്റിൽ ജേതാക്കളായി. എവർഷൈ മൂർഖനാടിനെയാണ് അങ്ങാടിപ്പുറം പരാജയപ്പെടുത്തിയത്. വിജയികൾക്ക് നഗരസഭാ ചെയർമാൻ A മുഹമ്മദ് സലീം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച കാരണവക്കൂട്ടം ശ്രദ്ധേയമായി. വയോജനങ്ങൾക്കായുള്ള സൗഖ്യം പദ്ധതിയുടെ ഭാഗമായാണ് കാരണവക്കൂട്ടം സംഘടിപ്പിച്ചത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ വയോജനങ്ങൾക്കായുള്ള സൗഖ്യം പദ്ധതിയുടെ ഭാഗമായാണ് കടമ്പഴിപ്പുറം പുലാപ്പറ്റയിൽ കാരണവർക്കൂട്ടം സംഘടിപ്പിച്ചത്. സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിമാസ സംഗമത്തിൻ്റെ ഭാഗമായുള്ള 15ാം ഒത്തുചേരലാണ് പുലാപ്പറ്റ MNKM ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. സംഗമത്തിൻ്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം P ശ്രീജ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ C രാജൻ, ഉഷ നാരായണൻ, P കുഞ്ഞുമുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK അഹമ്മദ് കബീർ, അംഗങ്ങളായ O ശ്രീകുമാരി, P ശാന്ത, P രാധാകൃഷ്ണൻ, ഭവ്യ ഗിരീഷ്, സ്വപ്ന, മുഹമ്മദ് P, സൂര്യനാരായണൻ, മുരളീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ സൈക്കോളജിസ്റ്റ് K ഉത്തമൻ പ്രചോദക പ്രഭാഷണം നടത്തി.
തദ്ദേശീയരായ അരിയാനിക്കുന്ന് നാരായണനും സംഘവും അവതരിപ്പിച്ച പൊറാട്ടുകളി, ചെരപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ മിമിക്രി, ഇസ്മായിൽ ഉമ്മനെ അവതരിപ്പിച്ച മാജിക് ഷോ, സുകന്യ, മഞ്ജുഷ് എന്നിവരുടെ നാടൻ പാട്ടുകൾ തുടങ്ങി കലാപരിപാടികളും അരങ്ങേറി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്ലാപ്പറ്റയിലെ 10 മുതിർന്ന പൗരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. തച്ചനടുകര കരിങ്കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വർണ്ണാഭമായി ആഘോഷിച്ചു. ദേശത്തു നിന്നും സമീപ പ്രദേശത്തു നിന്നുമായി നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. നാട്ടുകൽ, മാണിക്യപ്പറമ്പ്, തള്ളച്ചിറ ഭാഗങ്ങളിൽ നിന്നും വാദ്യകലാരൂപങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ദേശവേലകൾ എഴുന്നള്ളിച്ചു. രാത്രി കല്ലൂർ രാമൻകുട്ടിമാരാരുടെ തായമ്പക, പാതിര താലപ്പൊലി, മഞ്ഞപ്പൊടി തൂവൽ എന്നിവയോടെ ഈ വർഷത്തെ താലപ്പൊലി ആഘോഷത്തിന് സമാപനമായി. ദേശത്തു നിന്നും സമീപ ദേശത്തു നിന്നുമായി നിരവധി ഭക്തരാണ് എത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ചെർപ്പളശ്ശേരി യൂണിറ്റിൻ്റെയും പെരിന്തൽമണ്ണ IMA ബ്ലഡ് ബാങ്കിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകരടക്കം 100 പേർ രക്തം ദാനം ചെയ്തു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പ് ജില്ലാ സെക്രട്ടറി KA ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷബീർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് താഹിർ, ട്രഷറർ ബാബു, കേശവൻകുട്ടി, അലി കിഴടയിൽ, ഷംസു നില, ശശി ചളവറ, ഹാഷിം നെല്ലായ, സുബേർ എന്നിവർ പങ്കെടുത്തു. ഈ വർഷവും രക്തദാന ക്യാമ്പ് ഇവിടെ നടത്തുകയാണ്. ഈ രക്തദാന ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെർപ്പളശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ രക്തം ആവശ്യമുള്ള രോഗികൾക്കും അത് യഥാസമയം ലഭിക്കാൻ ഉതകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 75ഓളം ആളുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലധികം ആളുകൾ ഇന്നിവിടെ ബ്ലഡ് കൊടുക്കാൻ എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ 75 ആളുകളിൽ ഞങ്ങളുടെ പ്രവർത്തകർ ആരും ഉൾപ്പെട്ടിട്ടില്ല. പുറമേയുള്ള ആളുകളാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകർ കൂടുമ്പോൾ അത് 100-ലധികം ആളുകളായി മാറും. ഏതായാലും ഈ രക്തദാന ക്യാമ്പ് വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം പൊതുജനങ്ങളുടെ സഹായ സഹകരണം കൂടി പ്രതീക്ഷിച്ചുകൊള്ളുകയാണ്. വീണ്ടും ഒരിടവേള. വാർത്തകൾ തുടരുന്നു. നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി കൃഷി വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി കൃഷിഭവൻ വഴി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോളിഫ്ലവർ, മുളക്, വെണ്ട, വഴുതന, തക്കാളി എന്നിവയുടെ തൈകളാണ് വിതരണം ചെയ്തത്. വൈസ് പ്രസിഡന്റ് രമാ സുന്ദരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A മൊയ്തീൻകുട്ടി, കൃഷി ഓഫീസർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇനി എൻ്റെ അഭിപ്രായം. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ 3 സംസ്ഥാനങ്ങളിലും BJPയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം BJP നേരിടുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തോൽവി കൂടിയാണിത്. ഈ തോൽവിക്ക് BJPക്ക് എവിടെയാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത്? ജനാഭിപ്രായം എന്തെന്ന് നോക്കാം. കർഷകർക്കുള്ള ദ്രോഹം കാരണം തന്നെയാണ്. പിന്നെ ഈ മരണം, ഈ കന്നുകാലികളൊക്കെ മാംസം വിറ്റ് തിന്നുന്നതാണ് കൊല്ലൽ, ഇങ്ങനെയുള്ളൊക്കെ പ്രശ്നം തന്നെയാണ് അവിടെ തോൽക്കാൻ കാരണം. അതിന് ഏത് സംസ്ഥാനത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നൊക്കെ തോൽറ്റു പോകും BJP. അതിനൊരു സംശയമില്ല. നമുക്ക് പറയാം അത്ര തന്നെ. കർഷകരുടെ ആത്മഹത്യ, പിന്നെ കർഷകർക്ക് എതിരായിട്ടെടുത്ത നിലപാട്, പിന്നെ ഈ ഗോവധ നിരോധനത്തിനെതിരായിട്ടും അവരുടെയൊക്കെ ഈ പച്ച മനുഷ്യരെ ഒരു ആൾക്കൂട്ടങ്ങൾ ചേർന്നിട്ട് അടിച്ചു കൊല്ലുന്ന ഒരു ഏർപ്പാട്, ഇങ്ങനെയുള്ള ഇതിനൊക്കെ എതിരായിട്ട് BJPയുടെ ഇതിനെതിരായിട്ടുള്ള ഒരു ജനവിധിയായിട്ട് ഇതിനെ നമ്മൾ കണക്കാക്കാം. നിരോധനം 1, പിന്നെ ഇതന്നെ ഗോവധം, പച്ച മനുഷ്യനെ ഒരു കോഴിയുടെ വിലയും കൂടി ഒരു മനുഷ്യന് കൽപ്പിക്കാതെ ഒരു നല്ല സ്റ്റാൻഡേർഡുള്ളൊരു ഭരണാധികാരി, പ്രധാനമന്ത്രിയായിരിക്കുന്ന ആൾ ഇതിനെ ഒന്നും മുണ്ടാതെ ഇതിനായി സമ്മതമൂല്യമാർക്ക് പിന്നെ മനുഷ്യനെ വെട്ടിക്കൊല്ലുക, അതിന് 100 കണക്കിന് ആൾക്കാർ കൂടിയിട്ട് തച്ചുകൊല്ല, ഇതൊക്കെ തന്നെയാണ് പിന്നെ ഈ ഭരണം മാറ്റി ഇപ്പോൾ ഈ വിധി എഴുതിയത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് നമുക്ക് എങ്ങനെ മുൻകൂട്ടി പറയുന്നത് നിശ്ചയിക്കുന്നത്. കേരളത്തിൽ കാര്യം നടക്കില്ല. കേരളത്തിൽ പിന്നെ BJP ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സമ്മതിക്കൂല. അതിനെതിർ പ്രതിപക്ഷം സമ്മതിക്കില്ല. അതിപ്പോൾ ഭരണാധികാരി ഭരണം നടത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ. മാർക്സിസ്റ്റ് പാർട്ടി അതിന് സമ്മതിക്കൂല. അങ്ങനെ ഇവിടെ നടക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയല്ല, കോൺഗ്രസ് പാർട്ടിയും സമ്മതിക്കില്ല. അവിടെ നടക്കുന്നത് മാതിരി അവിടെ മഹാപാവങ്ങളാണ്. ആ പാവങ്ങളെ ഇട്ടിട്ട് വെട്ടിക്കൊലപ്പെടുത്തി അങ്ങനത്തെ ആ സംഭവം ഉണ്ടല്ലോ, അതിന് ചോദിക്കാനും പറയാനും ഒരു നാഥനില്ലാത്ത ആയിപ്പോയി. അതിനാണ് ഭരണം മാറ്റി ഇപ്പോൾ വിധി എഴുതിയത്.
BJPക്ക് വീഴ്ച വരാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ പിന്നെ ഇവിടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. അങ്ങനെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതാകുമ്പോൾ പൊതുവായിട്ട് ഭൂമിക്ക് വില ഉണ്ടാവില്ല. ഇങ്ങനെ ഭൂമിക്ക് വിലയില്ലാത്ത സന്ദർഭം വരുമ്പോൾ വൻകിടക്കാർ ഈ ഭൂമി തട്ടിയെടുക്കും. സാധാരണ പാവങ്ങൾക്ക് ജീവിക്കാൻ പോലും അവസരമില്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് ഇത് വരുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ നോട്ട് നിരോധനം കൊണ്ട് പിന്നെ ഇവിടുത്തെ BJPയുടെ എന്നല്ല എല്ലാ സുഹൃത്തുക്കളും വളരെയധികം വിഷമത്തിലാണ്. കാരണം അടുത്തൊരു ഇനി കോൺഗ്രസ് അല്ല ഒരു ഇതര വേറെ ഏതൊരു മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ നോട്ട് നിരോധനം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഏകദേശം ഒരു 20 കൊല്ലത്തോളം ഇനിയും അതിന് കരകയറാൻ എടുക്കും എന്നാണ് ഞാൻ എൻ്റെ ചെറിയൊരു ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയത്. കാരണം വല്ലാത്ത അവസ്ഥയാണ് നോട്ട് നിരോധനം. ഇപ്പോഴും തന്നെ അതിൻ്റെ ആ ഒരു കാഠിന്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അത്രേ ഉള്ളൂ. എനിക്കൊരു കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അതായിരിക്കാം ഒരു ജനങ്ങളൊക്കെ മാറ്റി. കാരണം ഏകദേശം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു ഞങ്ങളൊരു യാത്ര നടത്തി, ഒരു കൃഷി യാത്ര നടത്തിയിരുന്നു. അത് ഇവിടുന്ന് ഒരു വണ്ടി എടുത്തിട്ടാണ് പോയി. ഞങ്ങളൊരു 10-7 ആളുണ്ടായിരുന്നു. ഉത്തർപ്രദേശ്, അതുപോലെ ബോംബെ, ഹൈദരാബാദ്, പിന്നെ ആന്ധ്ര ഒക്കെ റൗണ്ട് ചെയ്ത് വന്നപ്പോൾ അവിടുത്തെയൊക്കെ ജനങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങൾ ചോദിക്കേണ്ടായി. ഓരോ ഭാഗത്ത് ഇതേപോലെ കവലയിലെ ആളുകൾ ഇരിക്കുമ്പോൾ എന്താണ് കൃഷിയുടെ പ്രശ്നം. അപ്പോൾ കൃഷിയുടെ പ്രശ്നം പറഞ്ഞാൽ അവരെന്താണെന്ന് വെച്ചാൽ ഈ കൃഷിയിൽ തീരെ താല്പര്യം അവർക്കില്ല. കൃഷിയാണല്ലോ നമ്മളുടെ അടിത്തറ. ഈ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ഒരു കടലാസ് വലിച്ച് കീറി കളയാൻ പറ്റും. അപ്പോൾ കൃഷിയിൽ ആർക്കും ഒരു താല്പര്യമില്ല എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട്. ഒന്ന് ബോംബെ ഏരിയയിൽ ഞങ്ങൾ ചെന്നപ്പോൾ റിപ്പോർട്ട് അതാണ്. രണ്ടാമത് വന്നപ്പോൾ പിന്നെ രാജസ്ഥാനിൽ അവിടുന്ന് ഉള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടി, അതും ഇതാണ്. മറ്റുള്ള ഏരിയയിലൊക്കെ ശക്തമായിട്ട് ജനങ്ങളെ എതിർക്കുകയാണ്. ഈ ഒരു നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടും കൃഷിയിലേക്കുള്ള അവരുടെ താല്പര്യമില്ലായ്മയും നമ്മുടെ നാടിനെ വല്ലാതെ ബാധിക്കും. കർട്ടനുകൾ, സെറ്റുകൾ തുടങ്ങി വീട് മനോഹരമാക്കാൻ ആവശ്യമായ സാമഗ്രികൾ വിൽപ്പന നടത്താനായി ശ്രീകൃഷ്ണപുരത്തെ ഡ്രീം ഹോം കർട്ടൻ ആൻഡ് ഇൻറ്റീരിയേഴ്സ് പ്രവർത്തനം ആരംഭിച്ചു. SBIക്ക് എതിർവശത്താണ് പുതിയ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. ഡ്രീം ഹോം കർട്ടൻ ആൻഡ് ഇന്റീരിയേഴ്സ് ശ്രീകൃഷ്ണപുരം SBIക്ക് എതിർവശത്തായാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN ഷാജു ശങ്കർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകൃഷ്ണപുരം യൂണിറ്റ് പ്രസിഡന്റ് KL ബേബി, വിശ്വനാഥൻ, സച്ചിദാനന്ദൻ, രതീഷ് എന്നിവർ പങ്കെടുത്തു. അത്യാധുനികവും വിദേശ ഡിസൈനുകളും ഒത്തുചേർന്ന ബ്രാൻഡഡ് കർട്ടൻ ക്ലോത്തുകൾ, കർട്ടൻ സാമഗ്രികൾ, ഗൃഹാലങ്കാര വസ്തുക്കൾ, വാൾപേപ്പറുകൾ, സോഫ സെറ്റുകൾ, മെറ്റീരിയലുകൾ, റഗ്സിൻ, സ്പോഞ്ച് തുടങ്ങിയവയുടെ കമനീയ ശേഖരവും ഡ്രീം ഹോം കർട്ടൻസ് ആൻഡ് ഇന്റീരിയേഴ്സിൽ നിന്നും ലഭിക്കും. കൂടാതെ വിവിധ വാഹനങ്ങളുടെ അപ്പോളിസ്ട്രി പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. വിശ്വാസ്യതയും വിലക്കുറവുമാണ് തങ്ങളുടെ മുഖമുദ്രയെന്ന് മാനേജ്മെന്റ് അവകാശപ്പെട്ടു. കോങ്ങാട് ചല്ലിങ്ങിലുള്ള ഹോം ഡെക്കറിന്റെ സഹോദര സ്ഥാപനമാണ് ഡ്രീം ഹോം കർട്ടൻ ആൻഡ് ഇന്റീരിയേഴ്സ്. ജൈവ കൃഷിക്ക് ആവശ്യമായ വിത്ത്, വളം മുതലായ വിൽപ്പന നടത്തുന്ന പുതിയ സ്ഥാപനം ഗ്രീൻ വേൾഡ് നെല്ലായ പേങ്ങാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊപ്പം റോഡിൽ ആരംഭിച്ച സ്ഥാപനം നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു. ജൈവ പച്ചക്കറിക്ക് പ്രാധാന്യമേറി വരുന്ന സാഹചര്യത്തിൽ ഇവയ്ക്കാവശ്യമായ ജൈവവളം, വിത്തുകൾ എന്നിവ ലഭിക്കുന്ന സൗകര്യങ്ങൾ പരിമിതമാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതാണ് പേങ്ങാട്ടിയിലെ ഗ്രീൻ വേൾഡ് ജൈവ ഷോപ്പ്. അതുപോലെ തന്നെ കമ്പനിയുടെ റീജിയണൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് ഡോക്ടർ നഹാസ, കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ വിനോദ് കുമാർ,
കമ്പനിയുടെ ഓപ്പറേഷൻ മാനേജർ ജയസിംഗ്, അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസി ശ്രീമാൻ കുഞ്ഞിരാമേട്ടൻ, അതിനെ മറ്റുള്ള എല്ലാവരെയും ഈ ഗ്രീൻ വേൾഡിന്റെ നമ്മുടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സംസാരിക്കുന്നുണ്ട് പച്ചക്കറിയിൽ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അത് നല്ല രീതിയിൽ ഉണ്ട് എന്നാണ് കഴിഞ്ഞ കാലങ്ങളിലെ റിപ്പോർട്ടുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ വിഷരഹിത പച്ചക്കറികൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിത കേരളം മിഷനിലൂടെ അതിനൊരു തുടക്കം തന്നെ ഇപ്പോൾ പഞ്ചായത്തുകളും അതുപോലെ തന്നെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു തുടക്കം, അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലക്ക് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഗ്രീൻ വേൾഡ് എന്ന ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ഏറ്റവും ആദ്യം കിട്ടുന്നത് മുലപ്പാലിൽ നിന്നുള്ള പോഷകങ്ങളാണ്. അതുപോലെ അതിന് കിട്ടുന്ന പോഷക ആഹാരങ്ങളാണ് അതിനെ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനാക്കി തീർക്കുന്നത്. അതുപോലെ നമ്മുടെ ഇതിനെല്ലാം ചെടിയിൽ നിന്നാണ്. ഈ ചെടിയിൽ നിന്ന് വരുന്ന നമ്മൾ മനുഷ്യൻ ഒരു സസ്യബുക്കാണ്, കൂടുതലും മാംസബുക്കായത് പിന്നീടാണ്. പക്ഷെ ഈ ചെടിയിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മുടെ മനുഷ്യന്റെ എല്ലാവിധ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. മണ്ണിലെ അമ്ലാംശത്തിലെ കുറവ് പരിഹരിക്കുന്നുള്ള നിർദ്ദേശം തുടങ്ങിയ കൂടുതൽ അറിവുകളും പകർന്നു നൽകുന്നതാണ് പുതിയ ജൈവ ഉൽപ്പന്നങ്ങളുടെ ഗ്രീൻ വേൾഡ്. പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി നിർവഹിച്ചു. ഗ്രീൻ വേൾഡ് MD വിനോദ്, റീജിയണൽ മാർക്കറ്റിംഗ് മാനേജർ ഡോക്ടർ നഹാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ വിൽപ്പന ഗോവിന്ദൻകുട്ടി നായർ നിർവഹിച്ചു. ജൈവ കർഷക സമിതി സെക്രട്ടറി കുഞ്ഞിരാമൻ വിശിഷ്ടാതിഥിയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിന്തൽമണ്ണ മലപ്പുറം സർക്കാർ കോളേജുകളിലെ ചില ബിരുദ കോഴ്സുകളുടെ PSC അംഗീകാരമില്ലാത്ത പ്രശ്നം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി KT ജലീൽ നിയമസഭയിൽ. പെരിന്തൽമണ്ണയിലെ കുടിവെള്ള പദ്ധതികൾ വേഗത്തിലാക്കാനും തീരുമാനം. MP രാജേഷ് MPക്കെതിരെ ചെർപ്പളശ്ശേരി നഗരസഭയെ അറിയിക്കാതെ കുടിവെള്ളം റോഡ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത MP രാജേഷ് MPയുടെ നടപടി അപലപനീയമെന്ന നഗരസഭ. കാര്യമായി പ്രതിരോധിക്കാൻ നിൽക്കാതെ CPM കൗൺസിലർ അംഗങ്ങളും. ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടിന് നിയമാനുസൃതം നൽകുന്ന 2ാം ഗഡു തുക ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി വൃദ്ധയും കുടുംബവും. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിനെതിരെ പരാതി നൽകാനൊരുങ്ങി ഗുണഭോക്താവ്. വിവിധ കേസുകളിൽ പെരിന്തൽമണ്ണയിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ അഗ്നിക്കിരയായി. സംഭവം മനഴി സ്റ്റാൻഡിനു സമീപത്ത് കൂട്ടിയിട്ട വാഹനങ്ങൾ. ക്ഷേത്രോത്സവങ്ങളുടെ കാലമെത്തി. തച്ചനട്ടുകര കരിങ്കാളിക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി വർണ്ണാഭം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.